നമുക്കിവിടെ സ്വലാത്ത് വാർഷികമല്ല, ദിക്ർ ഹൽക്കകളല്ല, ഖബർ ഉത്സവമല്ല, നേർച്ച വഴിപാടുകൾ ഒന്നും നമുക്കില്ല. ഇവിടെ അപ്പവാണിപ നേർച്ചയില്ല. ആരുടെയെങ്കിലും 5 രൂപന്റെ കോഴിമുട്ട കൊണ്ട് 50 രൂപക്ക് ലേലം ചെയ്യുന്ന തട്ടിപ്പില്ല. ഇവിടെ ഏതെങ്കിലും വ്യക്തികളുടെ കറാമത്ത് കഥകൾ, പോലീസുകൾ പറഞ്ഞ്, ഇല്ലാ കഥകൾ പറഞ്ഞ് അവരിലേക്ക് പണം പിരിക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ മുമ്പിലില്ല. ഇത് അറിവിൻ നിലാവല്ല, ഇത് മദനീയമല്ല, ഇത് മടവൂർ കാഫിലയല്ല. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു സദസ്സാണ്. താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്ന് കേൾക്ക്. അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നതെന്ന് ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹ് നമുക്ക് നൽകിയ ഈ അവസരമാണല്ലോ, നമുക്ക് കാത് നൽകിയില്ല. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മനുഷ്യനെ നാം പടച്ചു, അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. എന്നിട്ട് കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കി അല്ലാഹ് നമ്മളെ. ഇന്നാ ഹദൈനാഹു സബീൽ. എന്നിട്ട് യഥാർത്ഥ മാർഗം അല്ലാഹ് കാണിച്ചു തന്നു. സത്യത്തിന്റെ ഒരു മാർഗം ഖുർആനിലൂടെ, വഹിയിലൂടെ, നബി തങ്ങൾക്ക് കൊടുത്ത സന്ദേശത്തിലൂടെ ഒരു സത്യമാർഗം അങ്ങ് കാണിച്ചു തന്നു. ഇമ്മാ ശാകിറ, അതെല്ലാം പാലിച്ച് അനുസരിച്ച് ചിട്ടയുള്ള ഒരു നന്ദിയുള്ളവനായി വേണമെങ്കിൽ നമുക്ക് ജീവിക്കാം. അല്ലെങ്കിൽ നന്ദി കെട്ടവനായി നമുക്ക് ജീവിക്കാം. ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കഫൂറാ. നല്ലപോലെ നന്ദിയുള്ളവരായി പുണ്യവാളന്മാരായി ജീവിച്ചാൽ സ്വർഗത്തിന്റെ സുഖങ്ങൾ കിട്ടും. അല്ലെങ്കിൽ ദുനിയാവിലെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഭൂരിപക്ഷത്തിന്റെ വിവരക്കേടുകൾ അതുപോലെ പകർത്തി ജീവിച്ച്, വലാലത്തിലൂടെ ജീവിച്ച്, ആകെ ഫിത്നകളിലൂടെ മരണപ്പെട്ടു പോകുമ്പോ നഷ്ടപ്പെടുന്നത് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് അയാൾ തെറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ നല്ല മനുഷ്യന്മാരുടെ, ഹിദായത്ത് ലഭിക്കുന്ന മനുഷ്യന്മാരുടെ പ്രത്യേകത അല്ലദീന യസ്തമിഊനൽ ഖൗൽ. വാക്കുകൾ, വാചകങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും. വയത്തബിഊന അഹ്സന. ആ കേൾക്കുന്നതിലെ ഏറ്റവും നന്മയെ അവർ പിൻപറ്റുകയും ചെയ്യുന്നവരാണ്. ഒന്നും കേൾക്കൂല, എനിക്കൊന്നും അയക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആനിലെ 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്കിൽ പരലോകത്തൊരു രംഗം പറയുന്നുണ്ട്. ചില ആളുകൾ നരകത്തിന്റെ അഹിലുകാരായി, നരകക്കാരായി മാറുകയാണ്. എന്തേ കാരണം? ആ നരകത്തിലെത്താനുള്ള എല്ലാ വിശ്വാസ ആചാരങ്ങൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഒരുപാട് പാപക്കറകൾ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവന്റെ വിശ്വാസ വിശുദ്ധി ശരിയല്ലായിരുന്നു. അവന്റെ ഇബാദത്തുകൾ പ്രവാചക ചര്യയോട് മാതൃകയുള്ളതായിരുന്നില്ല. അവന്റെ കച്ചവടത്തിൽ വേണ്ടാത്തരങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ വിവാഹ ജീവിതത്തിൽ കോമാളിത്തരങ്ങൾ ഉണ്ടായിരുന്നു. പാപികളായിരുന്നു. അവര് വന്നിട്ട് പറയുന്നുണ്ട്, വഖാലൂ ലൗ കുന്നാ നസ്മഉ. ഞങ്ങളെങ്ങാനും ദുനിയാവിൽ വെച്ച് ഇത്തരത്തിലുള്ള നന്മകൾ കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ഞങ്ങളൊന്ന് ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ആളിക്കത്തുന്ന ഈ നരകത്തിൽ ഞങ്ങൾ വീഴൂലായിരുന്നു എന്നാ പറയണത്. എല്ലാം കൈവിട്ടുപോയി അവസാനം നരകത്തിലെത്തുമ്പോ പറയണേ, കേട്ടാ മതിയായിരുന്നു, ചിന്തിച്ചാൽ മതിയായിരുന്നു, പഠിച്ചാൽ മതിയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ നിങ്ങളോട് ഈ നാട്ടിലെ ബന്ദിയോട് അങ്ങാടിയിൽ വന്നിട്ട് നിങ്ങളോട് 300 കൊല്ലം പഴക്കമുള്ള കുതുബിയ്യത്തെടുത്ത് പാരായണം ചെയ്യാനല്ല, 400 കൊല്ലം പഴക്കമുള്ള മുഹയ്യദ്ദീൻ മാലയിലേക്കല്ല, 30 കൊല്ലം പഴക്കമുള്ള സ്വലാത്ത് വാർഷികത്തിലേക്കല്ല, 4 കൊല്ലം പഴക്കമുള്ള മടവൂർ കാഫിലയിലേക്കല്ല, ആറ്റക്കോയ തങ്ങളുടെ പുതിയ പുതിയ സ്വലാത്തുൽ ഫാത്തിഹിന്റെ വ്യാജ കച്ചവടത്തിലേക്കല്ല നമുക്ക് ക്ഷണിക്കാനുള്ളത്. അല്ലാഹുവിലേക്കാണ്. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ് നമുക്ക് ക്ഷണിക്കാനുള്ളത്. വേദഗ്രന്ഥത്തിലേക്കാണ്, പാലക്കിതാബിലേക്കല്ല, മാലക്കിതാബിലേക്കല്ല. നമുക്ക് മറ്റൊരു വേദങ്ങളും പറയാനില്ല. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായ ശരിയായ ഖുർആൻ ഇതാ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഖുർആൻ നമുക്ക് വഴി കാണിച്ചു തരും. അതിനത് പഠിക്കണം, അത് വായിക്കണം, ആ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തണം. അതിന്റെ 1-ാമത്തെ സൂറത്ത് നോക്കൂ നിങ്ങൾ. സകല വേദഗ്രന്ഥങ്ങളുടെയും സന്ദേശം അതാ ഖുർആനിലുണ്ട്. ഖുർആനിലെ 114 അധ്യായങ്ങളുടെ സാരാംശം അവിടുത്തെ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്.
അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതെന്തോ അതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. നിബിതങ്ങൾ എന്താണോ പഠിപ്പിച്ചത് അതാണ് നമ്മുടെ മാതൃക. നാട്ടാചാരങ്ങൾ പലതും നടക്കും, ഭൂരിപക്ഷം പലതും ചെയ്യും. നമ്മൾ അതൊന്നുമല്ല മുറുകെ പിടിക്കേണ്ടതെന്നായിരുന്നു KJ പഠിപ്പിച്ചതെങ്കിൽ പോരാ, ഞങ്ങൾക്ക് മാലകൾ വേണം, ഞങ്ങൾക്ക് ത്വരീക്കത്തുകൾ വേണം, ഞങ്ങൾക്ക് ഖബറുത്സവങ്ങൾ വേണം അല്ലേ? കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെ മുഹിയുദ്ദീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് വിളിപ്പിക്കാനാണ് ഞങ്ങൾ സമസ്തയുണ്ടാക്കിയതെന്ന് പച്ച മലയാളത്തിൽ അവർ പ്രസംഗിച്ചില്ലേ? അപ്പൊ ലക്ഷ്യം എന്താ? അള്ളാന്റെ കലാമിൽ നിന്ന് വ്യതിചരിക്കപ്പെട്ടു. ഇനി മാത്രമല്ല, ലോകത്ത് വന്ന സകല അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ആദർശത്തിൽ ഇപ്പൊ ആരാ ഉള്ളത്? കേൾക്ക്. ലോകത്ത് 1.25 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാര് വന്നിട്ട് അവരൊക്കെ എന്താ നാട്ടിൽ പഠിപ്പിച്ചു കൊടുത്ത്? ആദം നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ് ആദ്യത്തെ റസൂലായി വന്ന നൂഹ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കാണാൻ സാധിക്കും. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി, നൂഹ് നബി അലൈഹിസ്സലാമിനെ തന്റെ ജനതയിലേക്ക് പറഞ്ഞയച്ചു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ നൂഹ് നബി പറഞ്ഞു കൊടുത്തു, യാ ഖൗം, അല്ലയോ ജനങ്ങളെ, വഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ആരാധ്യനില്ല കേട്ടോ. ഒരു മഹാനും ഒരു നബിയും ഒരു മലക്കും ഒരു ജിന്നും ഒരാളും നിങ്ങൾക്ക് ആരാധ്യനില്ല. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, നാളെ പരലോകത്ത് ഭയാനകമായ രംഗങ്ങളുള്ള ഖിയാമത്ത് നാളിനെ ഞാൻ പേടിക്കുകയാണ്. ജനങ്ങളെ, ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ അംഗീകരിക്ക്. സൂറത്തുൽ അറാഫിന്റെ 59-ാമത്തെ ആയത്ത് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള പരിഭാഷ എടുത്ത് വായിച്ചിട്ട് സംശയം ദൂരീകരിച്ചോളൂ. ആ മുജാഹിദുകൾ പറഞ്ഞ അർത്ഥമല്ല. ഇനി കേൾക്കണോ നിങ്ങൾ? എന്തുകൊണ്ട് നൂഹ് നബി അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. അവർക്ക് ചില ആരാധ്യന്മാരുണ്ടായിരുന്നു. ആരായിരുന്നു അവർ? കല്ലുകളല്ല, മരങ്ങളല്ല, ചില വ്യക്തികളായിരുന്നു. വദ്ദം വലാ സ്വാഅം വലാ യഗൂസ വയഊഖ വനസ്റാ. നല്ല പുണ്യപുരുഷന്മാരായിരുന്ന ഈ മനുഷ്യന്മാരെ അവരുടെ കാലങ്ങൾക്ക് ശേഷം ആ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ബഹുമാനിച്ച് ആദരിച്ച് ആരാധനകളിലേക്ക് അത് കടന്നപ്പോഴാ നൂഹ് നബി പറഞ്ഞത്, വേണ്ടട്ടോ, ഇത് ശരിയാവില്ല. അപ്പൊ ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞു. നൂഹ് പലതും പറയും, നൂഹ് തൗഹീദായിട്ട് പലതും പറയും, നൂഹ് പുതിയ ആളാണ്, അവൻ പലതും പറയും, നമ്മളതൊന്നും നോക്കണ്ട. ആ ജനങ്ങൾ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ ഒരിക്കലും ഈ ആരാധ്യന്മാരെ വിടരുത്, ഇവരെ മുറുകെ പിടിക്കണം, ഇവരെ ആരാധനയിൽ വിടാൻ പാടില്ല. നിങ്ങൾ ഈ വദ്ദും സുമാവും യഹൂദിനോടും പ്രാർത്ഥിക്കാനും ഇസ്തിഗാസ നടത്താനും ഒരു മടിയും നിങ്ങൾ കാണിക്കേണ്ടതില്ലെന്ന് അവർ വാദിച്ചു. എത്ര വലിയ അബദ്ധമാണ് ചെയ്തത്. അടുത്തതായി കാണാം, ഹൂദ് നബിനെ പറഞ്ഞയച്ചു. എന്താ പറഞ്ഞ? ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു അഫലാ തത്തഖൂൻ. അറാഫ് സൂറത്തിന്റെ 65-ാമത്തെ ആയത്ത്. ഹൂദ് നബി അലൈഹിസ്സലാം ആദ് സമുദായത്തോട് പറഞ്ഞു, മനുഷ്യരെ, നിങ്ങൾ അല്ലാഹനെ ആരാധിക്ക്, അവനല്ലാതെ ഒരാരാധ്യനില്ല. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ കഴിവുള്ള ശക്തി അല്ലാഹ് മാത്രമാണ്, പടച്ച റബ്ബ് മാത്രമാണ്. രോഗം മാറ്റാൻ കഴിവുള്ളതവനാണ്, മരിപ്പിക്കാൻ കഴിവുള്ളതവനാണ്, ജീവിപ്പിക്കാൻ കഴിവുള്ളതവനാണ്. എല്ലാ നിലക്കുമുള്ള കഴിവിന്റെ ഉടമയായവൻ അവനാണ്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ, എല്ലാ സൃഷ്ടിപ്പിന്റെയും ഉടമ അവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ള അല്ലാഹുവാണ്. എന്നിട്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ഏതെങ്കിലും രണ്ട് നബിമാരില്ല, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞു തന്നു, അഫ്ദലു ദുആഇ ദുആഉ യൗമി അറഫ, അറഫ ദിനത്തിലെ പ്രാർത്ഥനയാണ് ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന. വഅഫ്ദലു മാ ഖുൽതുഹു അന വന്നബിയ്യൂന മിൻ ഖബ്ലി, ഞാനും എൻ്റെ മുമ്പുണ്ടായിരുന്ന സകല നബിമാരും പറഞ്ഞതിലെ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. ഇത് പറയാനാണ് ലോകത്ത് അമ്പിയാക്കന്മാർ മുഴുവൻ വന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, അതേ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ടുന്ന നമ്മളെ അള്ളാഹുവല്ല, സഹോദരങ്ങളെ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ജനങ്ങൾ ചോദിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ?
അതൊക്കെ അവർ വെറുതെ പറയില്ലേ? ഇങ്ങനെയൊക്കെ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, കുറച്ച് ക്ലിപ്പുകൾ മാത്രം ഒന്ന് പറയാം. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണ്? ഖാലിഖാരാണ്, അള്ളയാണ്. മുദബ്ബിർ ആരാണ്? അള്ളയാണ്. രോഗം നൽകുന്നത് ആരാ? അള്ളയാണ്. പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന സമീഉ ദുആ അള്ളയാണ്. ആർക്ക സമ്മതം പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ജനങ്ങളോട് ഇത് പറഞ്ഞാൽ അവർക്ക് പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ശൈഖുനയായ നേതാവായ ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസപ്രകാരം ലോകം നിയന്ത്രിക്കുന്നത് അള്ളയൊന്നുമല്ല. പിന്നാരാ? അദ്ദേഹം പറയട്ടെ. ഒന്നാമത്തെ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. മുഹമ്മദ് അബു ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ശൈഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് പടച്ച റബ്ബ് ആയുസ് കൊടുത്തു, ജീവിക്കാനുള്ള എന്തെല്ലാം സുഖം, കോടിക്കണക്കിന് രൂപന്റെ സ്വത്ത് കൊടുത്തു, എല്ലാ അനുഗ്രഹങ്ങളും പടച്ച റബ്ബ് ഇങ്ങനെ പരീക്ഷണമായി കൊടുത്ത് നല്ല രൂപത്തിൽ ജീവിച്ച് അല്ലാഹ്ക്ക് ശുക്ർ കാണിച്ച് അല്ലാഹനെ ഇബാദത്ത് ചെയ്യാൻ നോക്കൂ. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഇത് കേൾക്ക്. ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ശൈഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവർ എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടെ ശൈഖുൽ മശായിഖ് സുൽത്താനുൽ ഔലിയ ഖുതുബുൽ ഔലിയ ശൈഖ് മുഹമ്മദ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു ബഹുമാനപ്പെട്ടവർ ആണ് അവിടുത്തെ ജീവിതകാലത്ത് എന്നെ നിയന്ത്രിച്ചിട്ടുള്ളത്. എൻ്റെ നിയന്ത്രണവും എൻ്റെ ജീവിതവും അവിടുത്തെ തദ്ബീറിലായിരുന്നു. ആ തദ്ബീർ തന്നെ അവിടുത്തെ വഫാത്തിൻ്റെ ശേഷവും ഉണ്ട്. യാതൊരു കുറവും വരുത്താതെ ഹയാത്ത് കാലത്തുള്ള അതേ തദ്ബീർ എനിക്ക് ഇപ്പോഴും. സഹോദരങ്ങളെ, കേരളത്തിൽ അറിയപ്പെടുന്ന ഇവരുടെ നേതാക്കന്മാരുടെ നേതാവായി ഇവരെ അറിയപ്പെടുന്ന ശൈഖുനയുടെ സംസാരമാണ്. എന്നെ നിയന്ത്രിക്കുന്നത് മുഴുവൻ ഷെയ്ഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖദ്ദസല്ലാഹു സിർറഹു. നിങ്ങൾ ആരും വിചാരിക്കരുത് മക്കത്ത് അബൂബക്കർ അല്ല, ചിറ്റടിമേത്തിൽ അബൂബക്കർ എന്ന കോഴിക്കോട് ജില്ലയിൽ 35 കൊല്ലം മുമ്പ് മരണപ്പെട്ട ഒരു മനുഷ്യനെ പറ്റിയാണ് പറയുന്നത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്കെന്താ? ഫമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. മനുഷ്യ, നിങ്ങൾക്ക് വല്ല നിഅമത്തും ലഭിച്ചിട്ടുണ്ടോ? എല്ലാം അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ്. അതേ സമയത്ത് ഇവിടെ ശരിക്കും പച്ചയായ നിഷേധമാണ്. എനിക്കെല്ലാ സൗകര്യങ്ങളും തന്നത്, എന്നെ നിയന്ത്രിച്ചത് ജീവിതകാലത്ത് ആ മനുഷ്യനായിരുന്നുവെങ്കിൽ മരിച്ചു പോയിട്ടും എന്നെ ഇപ്പോഴും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ തന്നെയാണ്. ഒരു ഔലിയാക്കന്മാരുടെ പദവി കൊടുത്ത ഒരാളെ പറ്റിയാണല്ലോ സഹോദരങ്ങളെ. ആ മനുഷ്യന്റെ ജീവിതം, ആ മനുഷ്യന് പോലും ആ വലിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ ആളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യം നിയന്ത്രിക്കാൻ കഴിയാതെ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. രോഗം ബാധിച്ചിട്ടുണ്ട്, പല പ്രയാസങ്ങൾ ആ മനുഷ്യൻ വാർദ്ധക്യകാലത്ത് വടിപിടിച്ച് നടന്നിട്ടുണ്ട്. എത്രത്തോളം കണ്ണിനെ വരെ അസുഖം ബാധിച്ചിട്ടുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങൾ. തന്റെ ഭാര്യയുമൊത്തുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം കൊടുക്കാൻ കഴിവുണ്ടായിരുന്ന ആ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചാണല്ലോ അവർ പറയുന്നത് അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല, സ്വന്തത്തിന് ഒരു മകൻ നൽകാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നിട്ട് സഹോദരങ്ങളെ, ഈ മനുഷ്യനാണ് എനിക്ക് എല്ലാ നിയന്ത്രണങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും തർത്തീബാക്കി തരുന്നത്. ഇതൊക്കെ ആരാ പഠിപ്പിക്കുന്നത്? സ്വാഭാവികമായും ഇവരുടെ അനുയായികൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് പഠിക്കുന്നു? അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചത് അവർ ശ്രദ്ധിക്കുമോ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അള്ളാഹുവിന്റെ അടുത്താണ് സകല നിയന്ത്രണങ്ങളും ആധിപത്യങ്ങളും ഉള്ളത്.
യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർള്. ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അല്ലാഹയാണ്. ഖുർആൻ. അതേ സമയത്ത് പുരോഹിതന്മാർ, വിവരമുണ്ടെന്ന് പറയുന്ന ആളുകൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെതിരാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ബന്ദിയോടിലെ മുസ്ലിമീങ്ങളെ, നമുക്ക് ചിന്തിക്കാനുള്ള തലച്ചോറ് തന്നു. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. പടച്ചോൻ ചോദിക്കും. ഈ കാര്യത്തിൽ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടും. അറിവ് ലഭിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് നിലപാടെടുത്തു. ഇനി അത് മാത്രമല്ല, ഒരു മനുഷ്യന്റെ കാര്യത്തിൽ മാത്രമല്ല, പിന്നീട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളല്ല ലോകം നിയന്ത്രിക്കുന്നത്, ഒരുപാട് ആളുകളാണ്. ആരാണ് അവർ? ഔലിയാക്കന്മാരാണ്. ഏത് ഔലിയാക്കന്മാരാണ്? ഓമാനൂർ ശുഹദാക്കളെ ഇവർ വിളിക്കുന്നത് ഔലിയാക്കന്മാരായിട്ടാണ്. സ്വന്തം തലക്ക് വിറക് കൊള്ളികൊണ്ട് അടികിട്ടി മരിച്ചവരാണ് ഓമാനൂർ ശുഹദാക്കൾ. പല രോഗങ്ങൾ ബാധിച്ച് മരിച്ച ഒരുപാട് മക്ബറകളിലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഔലിയാക്കന്മാർ. ഈ ഔലിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അള്ളാഹിനേക്കാൾ പേടി ഔലിയാക്കന്മാരുടെ കുരുത്തക്കേട് തട്ടുമോ എന്നാണെങ്കിൽ ഇവരെ കുറ്റം പറയാൻ കഴിയില്ല. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. രണ്ടാമത്തെ ക്ലിപ്പ് ശ്രദ്ധിച്ചു. അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായി പോയി എന്ന് പറയുന്നത് നോക്ക്. വൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ. വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം. അല്ലാഹു സത്യം ചെയ്യുന്ന പല പദ്ധതികളൊക്കെ. കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അല്ലാഹു ഒന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു. ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ശൈഖുന പോലും പറയാണ് ലോകം നിയന്ത്രിക്കുന്നത് അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആത്മാക്കളാണ്. അപ്പൊ എല്ലാവരും പെട്ടില്ലേ? ഫഖ്റുദ്ദീൻ റാസിന്റെ പേരും പറഞ്ഞുകൊണ്ട് അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഒന്നും വിശദീകരിക്കാതെ വേണ്ടത് മാത്രം കണ്ട് ചേർത്തിട്ട് ലോകം നിയന്ത്രിക്കുന്നത് അർവാഹുൽ മുഅ്മിനീങ്ങളാണ്. ഔലിയാക്കന്മാർക്ക് കൂടിയല്ല പറഞ്ഞത്, റൂഹുൽ മുഅ്മിനീങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. ഇവിടെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാര് സകലരും ജനങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിലേക്ക് വരാനാണ്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അവിടുന്ന് പറയുന്നുണ്ട്, അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, റബ്ബാണ് പാപം പൊറുക്കുന്നവൻ. യുർസിലിസ്സമാലൈക്കും മിദ്റാറാ, മഴ തരുന്നത് റബ്ബാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് വിശദീകരിക്കുന്ന ഇബ്രാഹിം നബിന്റെ കൗല് കാണാം. മരിപ്പിക്കുന്നത് അള്ളയാണ്, ജീവിപ്പിക്കുന്നത് അള്ളയാണ്. വഇദാ മരിതു ഫഹുവ യശ്ഫീ, രോഗം വന്നാൽ രോഗം മാറ്റുന്നതും അള്ളയാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാത്തിൻ്റെയും അത്ഭുതകരമായ ആ കഴിവുകളെല്ലാം ഉള്ളത് അള്ളാഹു അടുത്താണ്. അത് ലോകത്ത് ഒരാൾ ജീവിച്ചാലും മരിച്ചാലും അത് സാധ്യമല്ല. മനുഷ്യൻ ഒരുപാട് പോരായ്മകളോടെ ജീവിക്കുന്നവരാണ് എന്ന് മാത്രമല്ല, ഈ കഴിവുകളും ശേഷികളും ഒക്കെ, ഈ നിയന്ത്രണങ്ങളും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണങ്ങളാവട്ടെ, അതല്ലെങ്കിൽ ആളുകളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യാനുള്ള കഴിവാകട്ടെ, പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവാകട്ടെ, ജീവിച്ചിരിക്കുന്ന കാലത്തില്ല. പിന്നെ എപ്പോഴുണ്ടാവുക? മരിച്ചാലാണ് കിട്ടുക. സുഹൃത്തുക്കളെ, ഈ ബന്ദിയോട് അങ്ങാടിയിലെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഒരു മഹാപണ്ഡിതൻ ഉണ്ടെന്ന് വിചാരിക്കുകള്. ആ മനുഷ്യനെ നിങ്ങൾ ഇവിടുന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയോ? അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. 150 കിലോമീറ്റർ ഒന്നും പോണ്ട, 1 കിലോമീറ്റർ അപ്പുറത്തുള്ള നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതനോട് നേർക്കുനേരെ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ ആ മനുഷ്യനെ, ആ പണ്ഡിതന് കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിവുണ്ടോ? നമ്മൾ എന്താ പറയാ? കഴിയില്ലട്ടോ. എന്താ കഴിയാത്തത്? അയാൾ മനുഷ്യനാണ്. അയാളുടെ കേൾവിക്ക്, കാഴ്ചക്ക് നിയന്ത്രണമുണ്ട്, പരിധികളുണ്ട്, പരിമിതികളുണ്ട്.
എന്നാൽ അള്ളാഹുവിനോ പരിമിതികളില്ലാത്ത പരിധികളില്ലാത്ത ജീവിച്ചിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കാല വ്യത്യാസമില്ലാതെ ദൂര വ്യത്യാസമില്ലാതെ എല്ലാം കാണാനും എല്ലാം കേൾക്കുന്നവൻ, ബസീർ എല്ലാം കാണുന്നവൻ അള്ളാന്റെ കഴിവാ. എന്നാൽ ഇവർ വരെയാണ് മരിച്ചാലുള്ള കഴിവ് ഇവർക്ക് കൂടാണ്. മരിച്ചാലാണ് എല്ലാ നിയന്ത്രണങ്ങളും അധികാരങ്ങളും വരുന്നത്. നോക്കൂ, നിങ്ങൾ അടുത്തത് ക്ലിപ്പ് ശ്രദ്ധിച്ചോളൂ. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ അർവാഹുകൾ ഈ ലോകത്ത് നിയന്ത്രണവും ഭരണവും നടത്തുന്നു എന്നതാണ് സത്യം. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ ഇവിടെ ആത്മീയമായ നിയന്ത്രണം നടത്തിയ ഒരു വലിയ മഹാനായിരുന്നു എന്നതിൽ സംശയം ഇല്ല. അതുകൊണ്ട് തന്നെ അവരെ ഓർക്കലും അവരെ അനുസ്മരിക്കലും മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമാണ്, ആവശ്യമാണ്. സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. മരിച്ചുപോയ ഈ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുന്നത്. മരിച്ചതിന് ശേഷമാണല്ലോ ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏതെങ്കിലും ആളുകൾക്ക് വലിയ വലിയ ഔലിയ പട്ടം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പൊന്ന് പറയുന്നുണ്ട്. മരിച്ച് 10-20 കൊല്ലം കഴിഞ്ഞാലാണ് പിന്നെ ഔലിയ പട്ടം കൊടുക്കുന്നത്. ആലോചിക്കണം നിങ്ങൾ. ആ മരിച്ച CM മടവൂർ എന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ എന്നൊരു മനുഷ്യനെ ദിക്ർ നമ്മളിങ്ങനെ അള്ളാഹനെ സ്മരിക്കുന്ന പോലെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് പറയുന്ന പോലെ CM മടവൂരിനെ സ്മരിക്കൽ വാജിബാണ്, നിർബന്ധാണ്. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കൽ നിർബന്ധമുണ്ടോ? ആരാ സ്വർഗാവകാശി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിക്കുക എന്നുള്ളത് നിർബന്ധമുണ്ടോ? എന്നാൽ അവർക്കില്ലാത്ത സ്ഥാനം ആർക്ക്? നമസ്കരിക്കാറില്ല, കുളിക്കാറില്ല, നോമ്പെടുക്കാറില്ല. നോമ്പെടുത്തവരെ നോമ്പ് മുറിപ്പിക്കുന്നെന്ന് പോലീസ് പറഞ്ഞ് കള്ളക്കറാമത്ത് കഥകളുടെ നീണ്ട പലതും പറഞ്ഞു നടക്കുന്ന CM സ്മരണിക പുസ്തകത്തിൽ എഴുതി വെച്ചു. CM തുരുതുര സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു, സ്വർണത്തിന്റെ മോതിരം ധരിക്കാറുണ്ടായിരുന്നു. നമസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, നമ്മൾ ആരും എഴുതി വെച്ചതല്ല, പഠിക്കാൻ കിട്ടും. CM സ്മരണിക പുസ്തകത്തിൽ മലയാളത്തിൽ എഴുതി വെച്ചു. ഈ മനുഷ്യനെ സ്മരിക്കുന്നത്, ഓർക്കുന്നത് വാജിബാണ്, നിർബന്ധമാണ്. മുഅ്മിനീങ്ങൾക്കെന്ന് മുഅ്മിനീങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അത് അതുപോലെ വിഴുങ്ങി ജീവിക്കുക. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ ഓർമ്മിക്കാൻ തുടങ്ങി. ശിഷ്യന്മാർ ഓർമ്മിക്കാൻ വേണ്ടിയുള്ള പല കാരണങ്ങൾ ഉണ്ടാക്കി പല ചാനലുകളും രംഗത്ത് വന്നു. അങ്ങനെ ലേറ്റസ്റ്റ് ആയി വന്ന ചാനലാണ് മടവൂർ കാഫില. കേട്ടിട്ടുണ്ടല്ലോ, ഫേമസ് ആയിട്ടുണ്ട്. നാട്ടിൽ ആർക്കും ആ മനുഷ്യനറിയില്ല. മടവൂർ കാഫില എന്ന് പറയുന്ന ആ സിറാജുദ്ദീൻ ലത്തീഫിയെ കുറിച്ച് നാട്ടുകാരോട് ചോദിച്ചു. എന്റെ പരിസരത്തിന് അപ്പുറത്തായിട്ടുള്ള ചട്ടിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് ആ മനുഷ്യൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിൽ. നാട്ടുകാർക്ക് ആർക്കും ഇയാൾ ആരാന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ ഉണ്ട് എന്നും അവർക്ക് 3 കുട്ടികളുണ്ട് എന്നും അവർ പ്രഗ്നന്റ് ആണെന്നും തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള അയൽവാസികൾ പോലും ഒന്നും അറിയാത്ത ഒരു ലോകം. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. കറാമത്ത് കഥകൾ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. എത്രത്തോളം പറഞ്ഞ് എന്തെല്ലാം വാദങ്ങൾ അവർ കൊണ്ടുവന്ന് നിരത്തിയിട്ടുണ്ട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാദഗതികൾ ഓരോന്നോരോന്നായി സമൂഹത്തിന് ഇട്ടുകൊടുത്തു. ആ മനുഷ്യന് ഇത്തരത്തിൽ ഇങ്ങനെ എല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് അയാളെ തിരുത്താൻ ഒരാളും സന്നദ്ധരല്ല. ലോകം നിയന്ത്രിക്കുന്നത്, രോഗം മാറ്റുന്നത്, മരിച്ചോലെ ജീവിപ്പിക്കുന്നത് എല്ലാം CM മടവൂരാണെന്ന് പറയിപ്പിക്കുന്ന ഈ മനുഷ്യനെ എന്താ ചെയ്യേണ്ടത്? നീ അതി വർത്താനം പറയരുതെന്നല്ലേ പറയേണ്ടത്. അതിനു പകരം ഇവർ കൊടുത്തെന്തറിയോ? സിറാജുദ്ദീൻ ലത്തീഫിക്ക് ഡോക്ടറേറ്റ് കൊടുത്ത് രാജ്യത്ത് പുരസ്കാരം കൊടുക്കണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. നമുക്ക് നിങ്ങൾ ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്ക്. 4-ാമത്തെ ക്ലിപ്പ്. ഈ ഇവിടെ ഇന്ന് ഞാൻ എനിക്കൊരു അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരു കുത്തുബിനെ കുറിച്ച് ഇത്രമാത്രം സംസ്ഥാനത്തിന്റെ ഉടനീളം നടന്ന് സംസ്ഥാനത്തിന്റെ പുറത്ത് അറേബ്യൻ രാജ്യത്ത് പോലും പോയി അനുഭവസ്ഥരെ സമീപിച്ച് ഇത്രമാത്രം ത്യാഗസമ്പൂർണമായ ഒരു ചരിത്രം, ഒരു അനുഭവ സത്യം, ഒരു അനുഭവ ചരിത്രം ശേഖരിച്ച ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ ലത്തീഫ് ഉസ്താദിനെ കൂടാതെ. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം.
അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകണം എന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങളെയും അഭിപ്രായം അതന്നെയാണ്. ഞങ്ങളുടെയും അഭിപ്രായം നിങ്ങളെപ്പോലത്തെ ആൾക്കാരൊക്കെ ആ മനുഷ്യന്മാർക്ക് ഡോക്ടറേറ്റ് കൊടുക്കണം. പക്ഷെ ഇപ്പൊ ജയിലിലാണ്, കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കൊടുത്താൽ മതി, സ്വീകരണം അപ്പം കൊടുത്താൽ മതി. എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റ കാര്യം പറയണത്, ഈ മനുഷ്യൻ ജനങ്ങളോട് പഠിപ്പിച്ചു ലോകം നിയന്ത്രിക്കുന്നതും നിങ്ങളെ മരിച്ചാലും നിങ്ങൾക്ക് രോഗം വന്നാലും എല്ലാം ശരിയാക്കി തന്നത് എൻ്റെ CM ആണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ്റെ സ്വന്തം ഭാര്യ രക്തം വാർന്ന് വീട്ടിൽ മരിച്ചിട്ട് ഒന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയില്ല. ഷെയ്ഖുന് എന്താ വരാഞ്ഞത്? സ്വന്തം ഭാര്യയുടെ ജീവൻ നഷ്ടപ്പെടുമ്പോ ഷെയ്ഖുന് എന്താ വരാഞ്ഞത്? എന്റെ ബന്ദിയോട് അങ്ങാടിയിലെ APEK സമസ്തയിലുള്ള പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്നേഹത്തോടെ പറയും, നിങ്ങൾ സാധുക്കളാണ്, നിങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളുടെ നേതാക്കന്മാരുടെ അബദ്ധങ്ങളും മുഴുവൻ നിങ്ങൾ വിഴുങ്ങുകയാണ്. ഒരു പക്ഷേ നാളെ ഇതിന് മറുപടി പറയാൻ ഇതേപോലെ ഡോക്ടറേറ്റ് കൊടുത്ത കുറെ ആൾക്കാരുണ്ട്, ഓല് വന്ന് വരും. അവർക്കും ഇതിനെന്തെങ്കിലും ഒന്ന് പറയാതെ ജീവിക്കാൻ കഴിയില്ല. അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ആദർശം, നമുക്ക് മരിക്കാൻ വേണ്ടിയാണ്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ യഥാർത്ഥ സ്വർഗത്തിന്റെ അഹിലുകാരാകാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ആരോടും വ്യക്തിപരമായി ഒരു പ്രശ്നവുമില്ല. ഇനി മാത്രവുമല്ല, പറഞ്ഞ് ഇത്തരത്തിൽ ധാരാളം ആളുകൾ രംഗത്ത് വന്നു. മദനീയക്കാർ വന്നു, വേറെ ചാനൽ ഉണ്ടാക്കി, അറിവിൻ നിലാവ് വേറെ ചാനൽ ഉണ്ടാക്കി. ഇങ്ങനെ ഓരോരുത്തരും പകരാക്സനി ഉറങ്ങിയ പ്രശ്നം, ഉറങ്ങി എണീറ്റാ സ്വപ്നം കണ്ടു, സ്വപ്നം മുഴുവൻ CM മടവൂരിനെ കുറിച്ചാണ്. എന്നിട്ട് അത് വിളമ്പി നടക്കുകയാണ്. അവസാനം ഇത് കേട്ട് നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലുള്ള പ്രമാണത്തിലുള്ള ഒരു ഹദീസ് കേട്ടാൽ ആരെങ്കിലും യുക്തിവാദിയാകുമോ? ഇല്ല. ഖുർആനിലുള്ള ഒരായത്ത് കേട്ടാൽ ആരെങ്കിലും യുക്തിവാദിയാകുമോ? ഇല്ല. ഇവരുടെ കറാമത്ത് കേട്ടിട്ട് ഒരുപാട് ആളുകൾ യുക്തിവാദിയായി പോയി. നമ്മൾ എന്താ ചെയ്യാ? കേൾക്ക് നിങ്ങൾ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട്, സുന്നി പണ്ഡിതനായിക്കൊണ്ട് രംഗത്ത് വന്ന് ഇല്ലാത്ത കെട്ടുകഥകളും കറാമത്തുകളും കള്ളക്കറാമത്തുകളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുമ്പോൾ പാവപ്പെട്ട നിഷ്കളങ്കരായ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കും, ഇതൊക്കെ തന്നെയാണ് ഈ കറാമത്തുകൾ, അല്ലാതെ യഥാർത്ഥ കറാമത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന മതനിരാസത്തിലേക്ക് നയിക്കുന്ന പ്രവണതകളാണ് അല്ലെങ്കിൽ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാന്യമായി ഇസ്ലാമിനെ കുറിച്ച് വിലയിരുത്തേണ്ട അമുസ്ലിം സഹോദരന്മാർ പോലും ഇതൊക്കെയാണോ ഇസ്ലാം? ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം കള്ളപ്രചരണം നടത്തുന്ന ഇത്തരം ആളുകളെ നിയന്ത്രിക്കേണ്ട ആളുകൾ നിയന്ത്രിച്ചേ തീരൂ. നിങ്ങൾ തന്നെ നിയന്ത്രിക്കണം, നമുക്ക് പറ്റുന്നില്ല. നിങ്ങളുടെ ഉസ്താദുമാരെ നിയന്ത്രിക്കാൻ പോലും CM മടവൂര് വരുന്നില്ല. സമസ്തനെ നിയന്ത്രിക്കാൻ പോലും CM മടവൂരിന് പറ്റണില്ല. പിന്നെ എങ്ങനെ ലോകം മുഴുവൻ നിയന്ത്രിക്കും ഞങ്ങൾ പറയണത്? യുക്തിവാദത്തിലേക്ക്, മതനിരാസത്തിലേക്ക് ഇസ്ലാം വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ ഇറങ്ങാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഇവരുടെ കള്ളക്കറാമത്ത് കഥകൾ കേട്ട് അമുസ്ലിങ്ങൾ വരെ ഇസ്ലാമിനെ വെറുപ്പോടെ കാണാൻ തുടങ്ങി. ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ചു, എന്താ ചെയ്യണ്ട്? ബില്ലടക്ക തിരിച്ചു വരിക. ഹോട്ടലിൽ കയറി ബില്ലടച്ചില്ല, പൈസ ചോദിച്ചു, ദേഷ്യം പിടിച്ചു, തീയിട്ട് നശിപ്പിച്ചു. കറാമത്ത് ഇന്ന് യൂട്യൂബ് കയറി ആർക്കും കിട്ടുമല്ലോ. നമ്മൾ ആർക്കും ക്ലിപ്പ് അയച്ചു കൊടുക്കണ്ട, യൂട്യൂബിൽ കയറിയാൽ എല്ലാവർക്കും കിട്ടും. നമ്മുടെ ചാനലുകളിലും വീഡിയോകളിലും അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം 10ഉം 20ഉം പുതിയ കറാമത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. എവിടേക്കാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ ഗുണമെന്താണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹിന്റെ അടുത്തുള്ള മതം ഇസ്ലാമാണ് ദീനായിട്ടുള്ളത്. ആ ദീനിലുള്ള യഥാർത്ഥ ആശയം പഠിപ്പിച്ചു കൊടുത്താൽ അത് വഹിയാണ്. ഫഇമ്മായതിയന്നകും മിന്നീ ഹുദാ. ആകാശലോകത്തുനിന്ന് ഭൂമിയിലേക്ക് ഹുദയായ വഹി വരും. ഫമൻ തബിയ ഹുദായ്. ആ മാർഗം ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിക്കണ്ട, വിഷമിക്കണ്ട, യാതൊരു പ്രശ്നം വരൂല. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞതൊക്കെ വഹിയാണ്, അത് സ്വീകരിക്കണം. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഇവര് പറയുന്നതൊന്നും വഹിയില്ല. ഇവര് പറയുന്നതൊക്കെ ഏതോ മനുഷ്യരുണ്ടാക്കിയ കഥകളാണ്. നോക്കൂ നിങ്ങൾ, കമാലിയ സ്വലാത്ത് അല്ലെങ്കിൽ സ്വലാത്ത് വാർഷികത്തിൽ ഖലീൽ ബുഖാരി തങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്. മൂപ്പരുണ്ടാക്കിയ മാർഗമാണ്. ആറ്റക്കോയ തങ്ങളാണ് സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ടാക്കിയത്. ഈ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. രാവിലെ എണീറ്റാൽ 20,000 25,000 ആളുകളാണ് ആ സദസ്സിൽ ഇരുന്നു കൊണ്ട് വല്ലാതെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന. ഏതാ? ഇബ്രാഹിമി സ്വലാത്തല്ല, ഇസ്ലാമിലുള്ള സ്വലാത്തല്ല. മൂപ്പര മാർക്കറ്റിങ്ങിന് മൂപ്പര് ജീവിക്കാനുണ്ടാക്കിയ മാർഗമാണ് ആ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞ സദസ്സ്. അതിന്റെ ഒരുപാട് വിവാദങ്ങൾ ഇപ്പോഴും നടന്നു
നടന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തുബിയത്ത് ആരാ ഉണ്ടാക്കിയത്? നബിയാണോ, സ്വഹാബത്താണോ, താബിഈങ്ങളാണോ? നമ്മളോട് ഇസ്ലാം പറഞ്ഞ വാക്കെന്താ? ഖൈറുന്നാസി ഖർനീ, ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, അതിനുശേഷം അതിന്റെ തൊട്ടടുത്ത തലമുറ, പിന്നെ അടുത്ത തലമുറ. ആദ്യത്തെ 3 തലമുറനെ മാതൃകയാക്കി നീ ജീവിച്ചോ. അതിലുള്ളതൊക്കെ നിനക്ക് സ്വീകരിക്കാനുള്ളതാ. നബി തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എന്റെ കാലം കഴിഞ്ഞ് ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ, സമൂഹത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ജാറങ്ങളിൽ പൂജ നടത്താൻ പാടുമോ, അപ്പവാണിപ നേർച്ച പറ്റുമോ പറ്റൂലേ, മങ്കൂസ് മൗലിദ് ഓതാൻ പറ്റുമോ പറ്റൂലേ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോ എന്താ ചെയ്യേണ്ടത്? അലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. സഹോദരങ്ങളെ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാൻ സൗദി അറേബ്യയിൽ ഇപ്പോൾ പോയി വന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച. ഞാൻ അവിടെ ഒരുപാട് പള്ളികളിലും സെന്ററുകളിലൊക്കെ തെരഞ്ഞു നോക്കി. മങ്കൂസ് മൗലിദ് അവിടെ ഉണ്ടോ നോക്കി. ഉണ്ടെങ്കിൽ അവിടെ ആദ്യം ഉണ്ടാവേണ്ടത്. ഷറഫുൽ അനാമ നോക്കി, അവിടെ കാണാനില്ല. കുത്തുബിയത്ത് എന്തായാലും അവിടേക്ക് വരാൻ പോണില്ല. ഹദ്ദാദ് 800 കൊല്ലം പഴക്കമുള്ളൂ. ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ആർക്കും അത് പരിചയമല്ല. ആദ്യത്തെ ഉത്തമ തലമുറക്ക് ഇത് അറിയില്ല. ഇനി അത് മാത്രവുമല്ല സഹോദരങ്ങളെ, ഈ സംഭവങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പച്ചയായി പറഞ്ഞു കൊടുത്താൽ ഉണ്ടാകുന്നത്, നേരത്തെ പറഞ്ഞില്ലേ, ഇസ്ലാമിലുള്ളവർ ഇസ്ലാമെന്ന് പോകും, ഇസ്ലാമിൽ ഇല്ലാത്തവരാണെങ്കിൽ ഇസ്ലാമിനോട് വെറുക്കും. അമ്മാതിരി പ്രചരണങ്ങളാണ് ഈ ഗ്രന്ഥങ്ങൾക്ക് അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. 1400 കൊല്ലം പഴക്കമുള്ള ഖുർആൻ പിടിച്ച് മുറുകെ പിടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പുത്തൻവാദി. ഇവരുണ്ടാക്കുന്ന പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ കൊണ്ടു നടന്നാൽ നല്ല സുന്നി. സുന്നത്തൊന്നും പാലിക്കാതെ നമ്മൾ എങ്ങനെയാ സുന്നി എന്ന പേര് വിളിക്കുക? 72 വിഭാഗം നരകത്തിലാണ്, 1 വിഭാഗം സ്വർഗത്തിലെത്തുള്ളൂ എന്ന് പറഞ്ഞു. അവരുടെ ക്വാളിറ്റി എന്താ? മാ അന അലൈഹിൽ യൗമ വസ്ഹാബീ, ഞാനും എൻ്റെ സ്വഹാബത്തും നിലക്കൊണ്ട മാർഗം സ്വീകരിച്ചവരായിരിക്കണം. എന്നിട്ട് ഈ മാലകളിലൂടെയും പാട്ടിലൂടെയും എന്താ ചെയ്യുന്നത്? അള്ളാഹു അല്ലാത്തവരോട് ശരിക്ക് പ്രാർത്ഥിക്കുക. ബദർ യുദ്ധഭൂമിയിൽ ഞാൻ അവിടെ എത്തി, അവിടെ ജാറല്ല. ഉഹദിന്റെ ശുഹദാക്കളുടെ ഭാഗത്തെത്തി, അവിടെ ജാറല്ല. അവിടെ ഉറൂസ് നടക്കുന്നില്ല. അവിടെ കബറുകൾ കെട്ടിപ്പൊക്കി ഉയർത്തിയിട്ടില്ല. അവിടെ പെട്ടി വെച്ച ഉഹദ് ശുഹദാക്കൾ അവിടെ ഒരു പെട്ടി ഉണ്ടായിച്ചാൽ എത്ര ലാഭാന്ന് ആലോചിച്ചോക്കി. ബദർ ശുഹദാക്കളുടെ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ബദരീങ്ങളുടെ നേർച്ചപ്പെട്ടി കൊണ്ടുപോയി വെച്ചു. എന്താ അവിടെ ഇല്ലാത്തത്? അവിടെ ഇസ്ലാമാ ഉള്ളത്. ഇവിടെ നാട്ടിൽ ആരുടെയൊക്കെ എത്രത്തോളം സ്വലാത്ത് വക നേർച്ചപ്പെട്ടി വരെ തുടങ്ങി. ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി തുടങ്ങി. ഉള്ളാൾ ദർഗയിലേക്ക് നേർച്ചപ്പെട്ടികളുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് അകന്നപ്പോ അതുമാത്രമാണോ സംഭവിച്ചത്? അള്ളാഹുവിനെ കൈവെടിഞ്ഞു പകരം പ്രാർത്ഥിക്കാൻ ഇവർ ഈ പറഞ്ഞ കുത്തുബിയത്തിലൂടെ മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കണം എന്നല്ലേ പഠിപ്പിച്ചിരിക്കുന്നത്. വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈപോടാ ഉത്തരം നൽകും ഞാൻ എന്നോവർ. എവിടുന്ന് വിളിച്ചാലും ഉത്തരം നൽകുന്ന അദ്ദേഹത്തിനെ പറ്റി കെട്ടുകഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു. മാത്രമല്ലല്ലോ, കുത്തുബിയത്ത് ചെല്ലുന്ന വ്യക്തി ഉളുണ്ടാക്കി 12 റക്അത്ത് നിസ്കരിച്ചിട്ടാ കുത്തുബിയത്ത് തുടങ്ങുന്നത്. ഖുർആൻ ഓതുമ്പോൾ എത്ര ഭക്തിയുണ്ടോ? എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്താ വിളിക്കുന്നത്? രാത്രിയിൽ ആരെയാ വിളിക്കുന്നത്? യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. എത്ര വട്ടം വിളിക്കണം? 1000 തവണ വിളിക്കാൻ അവർ സന്നദ്ധരാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട പള്ളികളിൽ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ബഗ്ദാദിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പച്ചരംഗം. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാഹിന്റെ കൂടെ വേറെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. അപ്പൊ ഇവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾ അള്ളാഹിനോട് മാത്രമാണല്ലോ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? പേരോട് ഉസ്താദ് സംസാരിക്കട്ടെ. ഇവരെ വലിയ ഷെയ്ഖിനെയാണല്ലോ. പേരോട് ഉസ്താദ് പറയുന്ന ക്ലിപ്പ് ശ്രദ്ധിച്ചു നോക്കുന്നു. സുന്നികൾ മുഴുവൻ അല്ലാഹുമ്മ അല്ലാഹുവേ 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 എന്ന് മാത്രം പറയുന്നവരാണ്. അപ്പൊ കുത്തുബിയത്തിലൂടെ 1000 തവണ വിളിക്കുന്നത് പിന്നെ ആരെയാ? ഇഫായി മാലയിലൂടെ വിളിക്കുന്നത് ആരെയാ? സ്വലാത്ത് വാർഷികത്തിന്റെ പേരിൽ അന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾ ആരെയാ? നമ്മൾ പറയണ്ട. ഇവരുടെ എല്ലാ സമസ്തക്കാരും ഒന്നൊരുമിച്ച് നമ്മുടെ മുമ്പിൽ ഇപ്പൊ വരും. ഇവർ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസയല്ല, സഹായ തേട്ടമല്ല, പ്രാർത്ഥന തന്നെയാണ്. എന്ത് പേര് വിളിച്ചാലും ശരി,
ഇവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നതിന്റെ ചില രംഗങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്നാമത്തതിൽ ഏൽപ്പിക്കാരം പറയട്ടെ. ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തങ്ങളെ, സ്വീകരിക്കണേ തങ്ങളെ, കബൂൽ ചെയ്യണേ തങ്ങളെ, ഇജാബത്തുള്ള മജ്‌ലിസാകണേ തങ്ങളെ. നിങ്ങൾ ഒരു ഏപ്പിക്കാരന്റെ മജ്‌ലിസിന്റെ പ്രാർത്ഥനയാണ് ഈ മജ്‌ലിസ് ഇജാബത്തുള്ളതാക്കി മാറ്റിത്തരണേ തങ്ങളെ എന്ന് വിളിച്ചു പറയുന്നത്. ഏതോ ജീവിച്ചിരിക്കുന്ന ഖലീൽ തങ്ങളെയല്ല, മരിച്ച് മരണപ്പെട്ട മദീനയിലെ ശറഫാക്കപ്പെട്ട പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചൂണ്ടിയാണ് തങ്ങളെ ഞങ്ങളെ സ്വീകരിക്കണേ, ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ എന്ന് പറയുന്നത്. ഈക്കക്കാരാ ചിരിക്കാൻ വരട്ടെ, ഈക്ക ഉസ്താദ് ഈക്കയുടെ ശിഷ്യന്മാര് പറയുന്നത് ശ്രദ്ധിച്ചു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഞങ്ങളുടെ സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങയുടെ തിരുതോട്ടം ഒന്നു നൽകണേ നബിയേ. സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങളുടെ കൈവിടെ കേട്ടല്ലോ സഹോദരങ്ങളെ. സാമ്പിളുകൾ മാത്രം ഇട്ടതാണ്, എത്ര എണ്ണമുണ്ട്. നൗഷാദ് ബാക്കവി ചിറയൻകീഴ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു വലിയ സംവിധാനങ്ങളോടെ പ്രഭാഷണം നടത്തുന്ന നൗഷാദ് ബാക്കവിയുടെ പ്രാർത്ഥന ആരോടായിരുന്നു? മലയാളത്തിലല്ലേ പറഞ്ഞ വാക്കുകൾ? ഖബർ സിയാറത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുന്ന് വിവിധങ്ങളായ ദർഗകളിലേക്ക് കൊണ്ടുപോയിട്ട് ആരോടാണ്? തങ്ങളെ ഞങ്ങളെ കാക്കണേ, ഉപ്പൂപ്പ ഞങ്ങളെ രക്ഷിക്കണേ, ഉപ്പൂപ്പ ഞങ്ങൾക്ക് നല്ല മരണം തരണേ. എല്ലാം മരിച്ചു കിടക്കുന്ന ഖബറിലുള്ള ഉപ്പൂപ്പാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ബാക്കിൽ നിന്ന് ആമീൻ പറയുന്നൊരു കൗമിനെ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് APEK സമസ്ത വിജയിച്ചു. നിങ്ങൾക്ക് ഡോക്ടറേറ്റ് തന്നു കഴിഞ്ഞു. വല്ലാത്തൊരു കൗമിനല്ലേ ഉണ്ടാക്കിയത്. സ്വലാത്ത് നഗറിന്റെ ഷെയ്ഖുന ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി, ആ മനുഷ്യന്റെ പേരിൽ ഇബ്രാഹിം ഖലീലൊന്നുമില്ല. അയാൾ ലക്ഷദ്വീപ് എന്ന് വന്നപ്പോൾ ആ പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുഞ്ഞുക്കോയായിരുന്നു. പിന്നെ പേരിന് ബിരുദുണ്ടെങ്കിലേ നിലപ്പുള്ളൂ, ഷാളും പച്ചക്കുപ്പയും സാധനമൊക്കെ വേണമല്ലോ. അങ്ങനെ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി എന്നൊക്കെ ഇട്ടു. എന്നിട്ട് ബദരീങ്ങളെ നിങ്ങളല്ലാതെ ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരാ ഉള്ളത്? അല്ലാണ്ട് മനുഷ്യ. ഏത് അല്ലാന്നറിയോ? ബദറിന്റെ രണഭൂമിയിൽ ബദരീങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചൊരല്ലാ. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ ബദറിന്റെ സമയത്ത് അള്ളാനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ, ബദരീങ്ങൾ അള്ളാനോട് ഇസ്തിഗാസ നടത്തിയപ്പോൾ ഫസ്തജാബ ലക്കും, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹ് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, ആയിരക്കണക്കിന് മലായികത്തുകൾ ഇറങ്ങിയിട്ട് ബദരീങ്ങളെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് കടലിനകത്ത് അകപ്പെട്ടപ്പോ ബദരീങ്ങളെ നിങ്ങളല്ലാതെ ആരാളെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് നന്ദികേടോടെ ഇവരൊക്കെ ഹജ്ജിന് കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ സാധുക്കൾ പോകുന്നുണ്ട്. അള്ളാഹുവേ, നല്ല രൂപത്തിൽ മഖബൂലും മബ്റൂറുമായി കേടുപാടുകളില്ലാതെ അത് ശരിയായി നിർവഹിച്ചു വരാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാർക്ക് തൗഫീക്ക് നൽകണേ റബ്ബേ. ഈ ആദി മനുഷ്യന്മാർ കൊണ്ടുപോണ ഹജ്ജിന്റെ കോലം എന്തായിരിക്കും? ഞാനിപ്പോൾ ഇപ്പോഴും ഒരാഴ്ച കൊണ്ട് വന്നതുകൊണ്ട് പറയണേ, ഈ ആദ്യം മനുഷ്യന്മാർ അവിടെ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇവർ ഹജ്ജിന് കൊണ്ടുപോയാലും ഉംറക്ക് കൊണ്ടുപോയാലും നിസ്കാരത്തിന്റെ 1,00,000 റക്അത്ത് കിട്ടുന്ന നിസ്കാരത്തിന്റെ സമയത്ത് പിടിച്ച് ആളുകളെ റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ വഹാബികളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ കാത്തിരുന്നോളി, സമസ്തക്ക് അധികാരം കിട്ടുന്ന രംഗം വരെ കാത്തിങ്ങനെ ഇരുന്നോളിയും. ലക്ഷക്കണക്കിന് രൂപ റക്അത്തിന്റെ പ്രതിഫലമാണ് പോകുന്നത്. എന്നിട്ട് റൂമിൽ കൊണ്ടുപോയി ഇരുന്നിട്ട് മജ്ലിസുന്നൂർ, വാതിലടച്ചിട്ട് മജ്ലിസുന്നൂർ, മഹ്ദറത്തുൽ ബദരിയ, ഓരോ സ്ഥലത്ത് കയറുക, അവിടെ വെച്ചിട്ട് ഇലാ ഹദറത്തി പറയുക. ഉസ്താദ്മാർക്ക് ഓരോരുത്തർ ഓരോ റിയാല് 2 റിയാല് കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ്? അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വാക്ക് നോക്ക്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിത പുരോഹിതന്മാരിൽ ധാരാളം ആളുകളുണ്ട്, കുറച്ചല്ല ധാരാളം ആളുകളുണ്ട്. ലയകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അവർ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും. ജനങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ അന്യായമായി തിന്നുകൊണ്ടിരിക്കും. വയസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. പൈസ പോകണി പോട്ടെന്ന് വിചാരിച്ചാൽ മതി. സകല മനുഷ്യരുടെയും ഈമാൻ കൊള്ളയടിച്ച് ഒരു മാറ്റിവിടും.
എന്റെ പ്രിയപ്പെട്ടവരെ, ബന്ദിയോടങ്ങാടിയിലെ പ്രിയപ്പെട്ടവർ, ഈ 5 മിനിറ്റ് ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക്. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്ന ഒരു രംഗം വരാനുണ്ട്. അവര് പറയുന്നുണ്ട്, ഞങ്ങൾ അല്ലാഹനെ അനുസരിച്ചാ മതിയായിരുന്നു, റസൂലിനെ അനുസരിച്ചാ മതിയായിരുന്നു, ഞങ്ങൾ ചെയ്തില്ല. പിന്നെന്താ ഞങ്ങൾ ചെയ്തത്? ഞങ്ങളുടെ നേതാക്കന്മാര്, സാദാത്യങ്ങളെ, കുബറാക്കന്മാര്, സയ്യിദന്മാര് ഇങ്ങനെ പലതും പറഞ്ഞു. അവരുടെ വേഷഭൂഷാദികളും കാട്ടിക്കൂട്ടലുകളും ഒക്കെ കണ്ടപ്പോ ഇതാണ് ദീനെന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. ഞങ്ങളെ അവർ വഴിപിഴപ്പിച്ചു, ഞങ്ങളെ അവർ വഴിപിഴപ്പിച്ചു. ഇനി എന്താ ചെയ്യുക റബ്ബേ? റബ്ബനാ റബ്ബേ, ഞങ്ങളുടെ സാദാത്യങ്ങൾക്ക്, ഞങ്ങളുടെ കുബറാക്കന്മാർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം. ഏറ്റവും വലിയ ശാപം അവർക്ക് കൊടുക്കണം. അല്ലാഹ് നേരെ തിരിച്ചടിക്കും. എല്ലാ സമ്മാനം കൊടുത്തിരുന്ന, ഷർട്ട് കൊടുത്തിരുന്ന, സ്പ്രേ കൊടുത്ത്, അത്തർ കൊടുത്ത്, മധുരപലഹാരങ്ങൾ കൊടുത്ത്, വാരിപ്പുണന്ന് കാറിന് കാറ്, വീടിന് വീട്, മക്കളുടെ പഠനം ചെലവ് എല്ലാം കൊടുത്ത്, സ്വന്തം വീട്ടിൽ ഇറച്ചിയില്ലെങ്കിലും ഉസ്താദിന് അത് കൊടുക്കാൻ താല്പര്യം കാണിച്ചിരുന്ന മനുഷ്യർ എതിരായിട്ട് പറയും, ഇവർക്ക് ഇരട്ടി ശിക്ഷകൾ കൊടുക്കണമെന്ന് അന്ന് പരലോകത്ത് വിലപിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ദീനിന്റെ കാര്യത്തിൽ വന്നാൽ അല്ലാഹുവിലേക്ക്, റസൂലിലേക്ക് മടക്കുക. തറക്തു ഫീക്കും അംറൈൻ, 2 കാര്യം മുറുകെ പിടിക്കുക. 2 കാര്യങ്ങൾ ഇതാ വിട്ടേച്ചു പോവാണ്. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പിഴച്ചു പോകൂല. ആരാ? ഭൂരിഭാഗമല്ല. ഉസ്താദ് എന്ത് പറയുന്നു എന്നല്ല, ശൈഖുന എന്ത് ഓതുന്നു എന്നല്ല, കിതാബല്ലാഹ്. ആ പറയുന്ന കാര്യം അല്ലാഹുവിന്റെ കിതാബിൽ യോജിക്കുന്നുണ്ടോ? വസുന്നത റസൂലിഹി, ആ പറയുന്ന കാര്യം റസൂലിന്റെ സുന്നത്തിലുള്ളതാണോ? എങ്കിൽ അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴക്കൂല. ഈ നിലക്കുള്ള പോക്ക് പോയാൽ നിങ്ങൾ പിഴക്കും. എന്ന് മാത്രല്ല, ഇവർ ജനങ്ങളുടെ മുമ്പിൽ ഈ കള്ളക്കഥകൾ, കറാമത്തുകൾ, കഥകളെല്ലാം പറഞ്ഞ് അവസാനം കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നിപ്പോയി, ഇത്രയൊക്കെ പവറുണ്ട് CM മടവൂരിനെങ്കിൽ മൂപ്പര് പടച്ചോൻ തന്നെ ആവൂട്ടോ. അത്രക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുലേക്ക് മഹാനായ പരിപ്പാട് മക്കാമ് CM വലിയുള്ള വെളിവാക്കിയതാ. ഇതുപോലെ കുറെ മക്കാമ് ഉസ്താദ് വെളിവാക്കിയതാ. ഇവിടെ ആരാ ഖബറിൽ കിടക്കുന്ന ആളെ പേര് ബലൂചിസ്ഥാൻ എന്ന നാട്ടിൽ നിന്ന് വന്നവരാണ് ഈ കിടക്കുന്നത്. ഇവരെ പേര് അബ്ദുല്ലാഹിൽ ഖൈർ എന്നാണ്. ഇവരെ പേര് സൈനബ ഉമ്മ എന്നാണ്. ഈ സൈനബ ഉമ്മയും ഈ അബ്ദുല്ലാഹിൽ ഖൈറും തമ്മിലുള്ള ബന്ധമുണ്ടാ? ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവർ ഇവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM എന്ന് പറഞ്ഞതാണ്. അത് ഇന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചോൻ തന്നെയാണോ എന്ന് തോന്നിപ്പോന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ ഖൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. ആ രൂപത്തിൽ ഉയർന്ന് വഫാത്തിന്റെ തൊട്ടമുണ്ട് അവിടുന്ന് ചെല്ലിയതും പറഞ്ഞതും ഇവിടുന്ന് യാത്രയാണെന്നൊക്കെ ബോധ്യമായതൊക്കെ ഇവിടെ നേരത്തെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഇന്നും മടവൂരിലുള്ള എങ്ങോട്ടും കിടക്കണ്ട, അതന്നെ മതിയിലെ. പടച്ചോനാണോ എന്ന് തോന്നിപ്പോയിന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തേ കാരണം? 2 ഖബറ് ചൂണ്ടിക്കാണിച്ച് ഇത് അബ്ദുല്ലാഹിൽ ഖൈറിൻ്റെയാണ്, ഇത് സൈനബന്റെ ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് കേട്ടപ്പത്തിന് മൂപ്പർക്ക് തോന്നി, CM മടവൂര് പടച്ചോനാണോ എന്നൊക്കെ തോന്നിപ്പോയി. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ നേതാക്കന്മാര് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഖബറുകളെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഓരോ മഖാമുകളിലും കിടക്കുന്ന മനുഷ്യന്മാരുടെ ഊരും പേരും അറിയാത്ത നമ്മുടെ ഈ പരിസരങ്ങളിൽ തന്നെ ആരുടേതാണെന്ന് പോലും അറിയില്ല. ജനങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു, പൈസ ഇടുന്നു, ചാറമോടുന്നു, മുത്തുന്നു, തവാഫ് ചെയ്യുന്നു. ആരാ ഖബറിലെന്ന് പലയിടത്തും അറിയില്ല. മുസ്ലിമാണോ എന്നറിയില്ല. നമ്മുടെ പരിസരത്ത് കാഞ്ഞങ്ങാടാണല്ലോ മുട്ടുന്തല ഔലിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് അവരാഘോഷിക്കുന്നു. ആരാ? ഒരു കാൽമുട്ട്, ഒരു തല,
2 അവയവം കിട്ടിയിട്ടാണ് മക്ബറ ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടുന്തല ഔലിയ റളിയല്ലാഹു അൻഹു എന്ന പേരിട്ടിരിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് കയറി ചെന്നാൽ, വെളിയങ്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആരാ ഉള്ളത്? ഉരുമ്പേരറിയില്ല, ശുഹറത്തൊട്ടും കുറവില്ല, ബഹുമാന്യരൊക്കെ പെറ്റ നാട്. വെളിയങ്കോട്ട് ഉമർ ഖാദി കുഞ്ഞുമരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട്. ഊരും പേരും അറിയാത്ത ആളാണ്, പിന്നെ എന്ത് കറാമത്താണ്? ഊരും പേരും അറിയാത്തയാളാണ് ആ ഖബറിനകത്ത്. പിന്നെ വെളിയങ്കോട് ഉമർ ഖാദിക്ക് ജീവിച്ച നാടല്ലേ, അതുകൊണ്ട് പോലീസുണ്ട്. അബൂജഹൽ എവിടെ ജീവിച്ചത്? ഉത്ബത്ത് എവിടെ ജീവിച്ചത്? ഡോലൊക്കെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടോ? ഇല്ല. ഇനി ഇത് മാത്രാണോ? മുസ്ലിം ആകണമെന്ന് പോലുമില്ല. കൊല്ലം ജില്ലയിൽ അടുത്ത കാലത്ത് പോയപ്പോ ഓച്ചിറയിൽ ഒരു മനുഷ്യന്റെ മക്ബറയുണ്ടാക്കി വെച്ചിരിക്കുന്നു. ആരാ? കുപ്പസ്വാമി. ഓച്ചിറയിലെ ഔലിയന്റെ പേര് ദാമോദരൻ എന്ന മനുഷ്യൻ. അവിടുത്തെ കുപ്പത്തൊട്ടിയിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ നക്കിക്കഴിച്ചിരുന്ന ഒരു മാനസിക രോഗം ബാധിച്ച ദാമോദരൻ, അയാൾ മരിച്ചപ്പോ ഇന്നും ജീവിച്ചിരിപ്പുള്ള ശൈഖിന ഉദ്ഘാടനം ചെയ്തു. ജാറം ഉദ്ഘാടനം, പേര് മാറ്റിയിട്ടു ഓച്ചിറ ഉപ്പൂപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. എന്തേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ആളുകളെ കൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയില്ല. മരിച്ചാല് നല്ല വരുമാനം, ഒരു പൈസ ചെലവില്ലാതെ ലാഭം ഉണ്ടാക്കി. എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ അധ്വാനിച്ച് ജീവിച്ചുകൂടെ? ഈ മനുഷ്യരെ നോക്കൂ നിങ്ങൾ. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് എന്തുമേ നോക്കി. മുടിമ്മവരെ. ഏത് മുടി? നബിന്റെ പേര് പറഞ്ഞുള്ള മുടി കൊടുന്നിട്ട് 25,000 രൂപക്ക് ഇവിടെ കച്ചവടം ചെയ്തു. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമുദായം എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്നത് കോടികൾക്ക് വിൽക്കുമായിരുന്നു. ആരാ? ബോംബെയിൽ നിന്ന് കിട്ടിയ മുടി. ഇസ്ലാമിന്റെ ഷിആറുകളെ വിറ്റ് പൈസ ഉണ്ടാക്കുക. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തന്നെ പിന്നെ എല്ലാം മൂപ്പർക്ക് കിട്ടുള്ളൂ. പൊടി കിട്ടി, പൊടി. നബിന്റെ കാലത്തുള്ള പൊടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വന്നു. ചെരുപ്പിന്റെ പാട് കിട്ടിയിരിക്കുന്ന അതുകൊണ്ട് വന്നിരിക്കുക. ഇനി ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരുന്നു, കച്ചവടം ചെയ്യുന്നു. സ്വലാത്ത് എല്ലാവരും ഇരുന്ന് സ്വലാത്ത് ചൊല്ലിയ ആർക്കും ലാഭമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വലാത്ത് ഹൽക്കുണ്ടാകണം, സ്വലാത്ത് പെട്ടി വേണം, സ്വലാത്ത് വാർഷികം വേണം, സ്വലാത്ത് പാർസലാക്കണം. ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി. മജ്ലിസുൻ നൂർ, മഹദറത്തുൽ ബദരിയ, ക്യാൻസർ മാറ്റും, എല്ലാം മാറ്റും എന്നൊക്കെ പറയും. എന്തെങ്കിലും അസുഖം വന്നാൽ എത്ര ഹോസ്പിറ്റലിലേക്ക് ആദ്യം ഓടും. അത്ര ചുരുക്കി പറയുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ മക്ബറകളുടെ പോരിശ പറഞ്ഞ് അവിടേക്ക് ചെന്നുപോയെന്ന് മാത്രല്ല, ഖബറുകൾ ഉത്സവ പറമ്പാക്കി. ഉത്സവം. ഖബറൊക്കെ കണ്ട നമുക്കൊരു പേടിയും പരലോക ചിന്തല്ല ഉണ്ടാവേണ്ടത്. എന്നാൽ നിങ്ങളൊന്ന് കാണുക, ഞങ്ങളുടെ ചാവക്കാട് മണത്തലയിലെ നേർച്ച ഒന്ന് കാണുക. ഒരു ഖബറുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവം ഒന്ന് കേൾക്കുക. കണ്ടാൽ മതി, കേൾക്കാതിരിക്കാൻ നല്ലത്. തുള്ളിച്ചാടാനും കുടിച്ചു മോന്താനും ആർമാദിക്കാനും ആണും പെണ്ണും കൂടിക്കലരാനും എല്ലാ തോന്നിവാസങ്ങൾക്ക് ഉദ്ഘാടനം കുറിക്കാനും നാട്ടിലെ പുതിയ പുതിയ ചെറുപ്പക്കാരെ യുവാക്കളെ ലഹരിയിലേക്ക് തിരികെ കയറ്റാനും ഈ വാണിഭം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിലും ഇതിന് സാധ്യതകളേറെയാണ്. ഈ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ. യഹൂദി നസാറാക്കളെ ശപിച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. അംബിയാക്കന്മാരുടെ ഖബറുകളെ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കി. അംബിയാക്കന്മാരുടെ ഖബറുകൾ ആരാധിക്കുന്നവർക്ക് ശാപമുണ്ടെങ്കിൽ ഇതാരാ പ്രിയപ്പെട്ടവരെ? അംബിയാക്കന്മാരാണ്, ഔലിയാക്കന്മാരാണോ? ഇനി മാത്രല്ല, മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വസിയത്ത് അതെങ്കിലും ഒന്ന് മുഅ്മിനേ നമുക്ക് പാലിച്ചൂടെ? മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് നേതാവ് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. എൻ്റെ ഖബറിനെ ഈദാക്കി മാറ്റല്ലേ, എൻ്റെ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കി മാറ്റല്ലേ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൈ യുഅബദ്. ആരാധിക്കുന്ന വിഗ്രഹമാക്കി എൻ്റെ ഖബറിനെ മാറ്റല്ലേ. ഏതോ ആളുടെ ഖബർ കാണുന്നു, മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ അവിടെ ഉത്സവങ്ങളാക്കി മാറ്റുന്നു. എന്തിനാ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്? എന്തിനാ? സൂറുൽ ഖുബൂർ
ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. പരലോകമോർക്കാൻ, മരണമോർക്കാൻ, പരലോകം ചിന്തിച്ച് ജീവിതം നന്നാക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ട് കരഞ്ഞുപോയി. നബി തങ്ങൾ ബഖീഉൽ ഖർഖത്തിലേക്ക് കയറി ഖബർസ്ഥാനിലേക്ക് മറവ് ചെയ്യുന്ന ജനാസയുടെ ഇറക്കി വെക്കുന്ന സമയത്ത് കരഞ്ഞിട്ട് ഹത്താ ബല്ല സറാ, മണ്ണ് പോലും നനഞ്ഞു കുതിർന്നു. ഇവിടെ ഖബർ സന്ദർശനത്തിൽ കരയുന്നുണ്ടോ? പരലോകം ഓർമ്മ വരുന്നുണ്ടോ? മരണം ഓർമ്മിക്കാൻ ഇവിടെ പറ്റുന്നുണ്ടോ? ഇതൊക്കെ മുജാഹിദിന്റെ കുഴപ്പമാണ്. ഇതൊക്കെ മുജാഹിദുകൾ പുത്തൻവാദി ആയതുകൊണ്ട് ഉണ്ടായതാ. ഇസ്ലാമുമായി ഇവക്ക് എന്ത് ബന്ധമുണ്ട്? അതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട നേർച്ചകൾ ചിലയിടത്ത് പൂക്കളാണ്. അജ്മീറില് ചില പൊന്നാനിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എണ്ണയാണ്, ചിലയിടത്ത് തേങ്ങ ഉടക്കലാണ്, ചിലയിടത്ത് ചന്ദനത്തിരിയാണ്, ചിലയിടത്ത് വസ്ത്രങ്ങളാണ്. എന്തൊക്കെ നേർച്ചകളാ! ഒരു നേർച്ച നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അടുത്തത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കൂല. പക്ഷേ ഫ്രൂട്ട്സ് ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലും എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി കൊടുക്കും. എവിടെ? മരിച്ചടുത്ത്. മരിച്ച ഖബറിന് എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും. ഒരു കിഡ്നി രോഗിയെ സഹായിക്കാൻ, ഒരു ക്യാൻസർ രോഗിയെ സഹായിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ മക്കാമുകളിൽ, ഉറൂസുകളിൽ കൊണ്ടുപോയി എന്തു പൊന്നു കൊടുക്കാനും സന്നദ്ധരാകുന്ന ഈ സാധു മനുഷ്യരുടെ മനസ്സിനെ ചൂഷണം ചെയ്യുന്ന, ജനങ്ങളുടെ ആശയെയും കീശയെയും പോക്കറ്റടിക്കുന്ന ഈ പുരോഹിത വർഗത്തെ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉറപ്പെടുത്താനുള്ളത്. എന്നു മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലുടനീളം നടക്കുന്ന ഇത്തരത്തിലുള്ള ഉത്സവങ്ങളും നേർച്ചകളും എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്ക്. കോഴിക്കോട് ജില്ലയിൽ അപ്പവാണിഭ നേർച്ച ഞാൻ കാണിക്കുന്നില്ല. ഓരോ കേടുപാട് സംഭവിച്ച അവയവ ങ്ങളുടെ രൂപത്തിൽ അപ്പമുണ്ടാക്കിയിട്ട് കൊണ്ടുവരികയാണ് ഖബർസ്ഥാനിലേക്ക്. കാലിന് പരിക്കുള്ളവൻ കാലപ്പുണ്ടാക്കണം, കയ്യിന് പരിക്കുള്ളവൻ കയ്യപ്പുണ്ടാക്കണം, കണ്ണിന് പരിക്കുള്ളവൻ കണ്ണപ്പുണ്ടാക്കണം. എന്നിട്ട് എവിടെ കൊടുക്കണം? ഖബറിങ്ങ കൊണ്ടുപോയിട്ട് കൊടുക്കണം. ഒരു ഖബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞ പള്ളി ദർസിലെ കിതാബെങ്കിലും പഠിക്ക്, 10 കിതാബ് വായിക്ക്. ഇമാം ഷാഫി തങ്ങളുടെ കിതാബുൽ ഉമ്മ പഠിക്ക്, ഇമാം നവവിയുടെ ശറഫുൽ മുഹദ്ദബ് പഠിക്ക്. ഖബറുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക മര്യാദ അതെങ്കിലും ഒന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമുക്ക് പാലിച്ചൂടെ? എന്നിട്ട് ഉത്സവങ്ങളും ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ ഉണ്ടാക്കുക. അവിടേക്ക് പ്രഭാഷകന്മാർ വരിക. ആരാ ഉദ്ഘാടനം ചെയ്യുന്ന? തങ്ങന്മാർ വന്ന് രാവിലെ പതാക ഉയർത്തി ഗംഭീരമായ മൗലൂദ് പരിപാടിയൊക്കെ നടത്തി പിരിച്ചുവിടും. വൈകുന്നേരത്ത് ആന വരും, അമ്പാരി ഉണ്ടാകും, ഡാൻസ് ഉണ്ടാകും, അല്ലേ, വാസിലാബാൻ ഉണ്ടാകും, വേറെ വലിയ നേതാക്കന്മാരൊക്കെ ഞാനൊക്കെ വരുന്നുണ്ട്, എല്ലാവരും വരണട്ടോ എന്നൊക്കെ വിളിച്ച് ഖബർസ്ഥാനിന്റെ ഉത്സവ പറമ്പിലേക്ക് ജനങ്ങളെ വിളിച്ചു വരുത്തും. എന്നിട്ട് അവിടെ നടക്കുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ നിഷേധിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുക പ്രിയപ്പെട്ടവരെ. അവിടെയാണ് നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു ക്ലിപ്പ് കാണിക്കാം. നിങ്ങളുടെ നാട്ടിലെ തൊട്ടടുത്തൊരു പരിസരത്ത് നടന്നൊരു പള്ളിയിൽ ഇത്തരത്തിലൊരു മഖാം ഉത്സവത്തിന്റെ പ്രഭാഷകരിൽ ഒരാളായി വന്ന ഓളിയത്ത്, നമ്മുടെ തൊട്ടടുത്ത ഓളയം ഉറൂസിൽ വെച്ചുകൊണ്ട് ഈ 2025 തൊട്ടടുത്ത ദിവസത്തിൽ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മഖാമിൽ വന്ന് സംസാരിച്ചത് എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മാഷാ അല്ലാ. അടുത്ത പ്രാവശ്യം വള്ളത്തിൽ പോകണം. നമുക്ക് വള്ളത്തിരുന്നുണ്ടൊരു ദുആ ഉണ്ട്. അതുകൊണ്ട് അള്ളാഹു ആ ഹംസാക്ക് നീ ആഫിയത്ത്, ആരോഗ്യ, സലാമത്ത് കൊടുക്കണേ. പോലീസുകാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണേ അള്ളാഹുവേ. വള്ളത്തെ രക്ഷിക്കണേ പടച്ച. കച്ചവടത്തിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ആ പള്ളിയുടെ മുകളിലത്തെ ടോപ്പിലൊക്കെ ആവശ്യമായ ആ പൂഴി മൊത്തം വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. കിട്ടും. നാസർ നല്ല പ്രാർത്ഥനയാണ്. പോലീസിന്റെ നിയമം തെറ്റിച്ചിട്ട് വള്ളം ഇറക്കണം. അതിനെന്താ വേണ്ടത്? കുറച്ച് പൈസ കൊണ്ടേ കൊടുത്താൽ പോലീസിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മൂപ്പരെ രക്ഷപ്പെടുത്താം. പോയി ലൈസൻസ് എടുക്കുന്ന പഠിപ്പിക്കേണ്ട നേതാക്കന്മാര് കുറ്റകൃത്യങ്ങൾ ചെയ്തോളി, നമ്മൾ പ്രാർത്ഥന ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പോലീസിന്റെ എല്ലാവിധ പ്രശ്നങ്ങളും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വരെ കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് ഹക്ക് പഠിപ്പിക്കേണ്ടുന്ന, ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന, ദീന് കൊടുക്കേണ്ടുന്നവർ പോലും
ഈ ഉത്സവങ്ങളിൽ മഖാമുകളിൽ വന്ന് പഠിപ്പിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്തിനൊക്കെ വേണ്ടിയാണെന്ന് സുഹൃത്തുക്കളെ ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് ശേഷം ലോകത്ത് നടക്കുമെന്ന് പറഞ്ഞു. യുർഫഉൽ ഇൽം, അല്ലേ? ഇൽമ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടും. വിശ്വസ്തന്മാരായ ആളുകൾ വഞ്ചകന്മാരായി മാറും. വിവരമില്ലാത്തവർ സാദാത്യങ്ങളായി നേതാക്കന്മാരായി വരും. അതിൻ്റെയൊക്കെ നേർക്കാഴ്ചകളല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ ഏതെല്ലാം രൂപത്തിൽ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള രംഗങ്ങൾ. ഇവിടെ എന്താണ് പരിഹാരമുള്ളത്? ഞാൻ അവസാനിപ്പിക്കുക. എന്താണ് നമുക്ക് പരിഹാരം നിർദ്ദേശിക്കാനുള്ളത്? ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊക്കെ ഒരുമിച്ച് കൂടാറുള്ള വെള്ളിയാഴ്ച നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അറബി ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു, ആരൊക്കെയോ ഉറങ്ങുന്നു, എപ്പോഴോ വരുന്നു, നിസ്കരിക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു. പ്രിയപ്പെട്ടവരെ, കൊല്ലങ്ങൾ 100 200 കൊല്ലം നിങ്ങൾ ആ ഖുത്ബക്ക് പോയി ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹറാം ഒഴിവാക്കാൻ പറ്റുമോ? ഒരു പ്രാർത്ഥന പഠിക്കുമോ? ഇന്ന് വെള്ളിയാഴ്ച സലഫി പള്ളികളിൽ പോയിരുന്ന ആളോട് ചോദിക്ക്, എന്ത് വിഷയമായിരുന്നു ഖുത്ബ? എന്തായിരുന്നു ഇന്ന് പഠിച്ചത്? ഇന്ന് രണ്ടാമത്തെ ഖുത്ബയിൽ എന്തായിരുന്നു നിനക്ക് കിട്ടിയത്? ഒരു മെസ്സേജ് പറയാൻ ആ ഉറങ്ങാത്ത ഒരു മനുഷ്യൻ അവിടെ ഉണ്ടെങ്കിൽ അയാൾക്ക് സാധ്യമാകും. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ പള്ളികളിൽ, ഈ സമസ്തയുടെ പള്ളികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നബിന്റെ കാലത്തുള്ള ഖുത്ബയൊന്നുമല്ല. മിസ്റിൽ ജീവിച്ചിരുന്ന ഇബ്നു നബാത്തിയ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഖുത്ബയാണ്. അതെങ്കിലും മലയാളത്തിൽ കൊടുക്കുകയാണെങ്കിൽ ജനങ്ങൾ നന്നാവും. കാരണം ആ ഖുത്ബയിൽ റബീഉൽ അവ്വൽ വന്നാൽ 5 ഖുത്ബ മീലാദുൻ നബിയെ കുറിച്ചല്ല, നബിന്റെ വഫാത്തിനെ കുറിച്ചാണ്. നബിന്റെ വഫാത്തിനെ കുറിച്ചാണ്. നിങ്ങൾ ആ പുസ്തകം മേടിച്ചുകൊണ്ടൊന്ന് വായിച്ചോളി. അറബി അറിയുന്ന ഏതെങ്കിലും അറബി മാഷന്മാരുണ്ടെങ്കിൽ കൊടുത്തിട്ട് വായിക്കും. നബാത്തിന്റെ ഖുത്ബയിലെ റബീഉൽ അവ്വലിലെ ഖുത്ബ നബിദിനത്തെ കുറിച്ചല്ല, നബിന്റെ മരണത്തെ കുറിച്ചാണ്. നമ്മുടെ ബന്ദിയോട് സലഫി മസ്ജിദ് ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം ആരൊക്കെ എന്തൊക്കെ പരിഹസിച്ചാലും എന്തൊക്കെ വിമർശനങ്ങൾ തന്നാലും പഠിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ, വെള്ളിയാഴ്ചയിലെ ഒരു ജുമഅയെങ്കിലും കേട്ട് ശ്രദ്ധിച്ച് ദീന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്നുകൊണ്ട് ആ കാര്യം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ പഠന ക്ലാസ്സുകൾ കാസർഗോഡിന്റെ വിവിധ പരിസരങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക. ആ പരിസരങ്ങളെ കണ്ടെറിഞ്ഞുകൊണ്ട് നമ്മൾ ഖുർആൻ പഠിതാക്കളായി ദീന് പഠിക്കുന്ന മജ്ലിസുകളിലേക്ക് കടന്നു വരിക. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ CRE ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുക. പുതിയ തലമുറയിലെ മക്കളിൽ ഉണ്ടാകുന്ന അശ്ലീലതകൾ, ആഭാസങ്ങൾ, ലഹരി പ്രശ്നങ്ങൾ, അധ്യാപകർക്കെതിരെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥി സമ്മേളനം മെയ് 11-ാം തീയതി പെരിന്തൽമണ്ണയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നത് നമ്മുടെ മക്കളെ തിരുത്താനാണ്. സംഘടനാ പ്രശ്നങ്ങളോ സംഘടനാ കാര്യങ്ങളോ പഠിപ്പിക്കാനല്ല. വിദ്യാസമ്പന്നരായ, അറിവുള്ള, കഴിവുള്ള, ശേഷിയുള്ള നേതാക്കന്മാർ കുറഞ്ഞ മണിക്കൂറുകൾ അവരെ ഇരുത്തി സംസാരിക്കുമ്പോൾ ഈ കുമ്പളയിൽ നിന്നും ഈ പരിസരത്തു നിന്നും ഞങ്ങൾ എന്തിനു പോണം, എത്ര ദൂരമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു മരണമുണ്ടായാൽ ദൂരം നമ്മൾ പറയില്ല, നമ്മൾ പോകും. വിനോദയാത്രക്ക് വേണ്ടി മാസങ്ങൾ നീളുന്ന യാത്ര പോകുന്നു, നമ്മൾ ദൂരം പറയാറില്ല. ഈ ദീന് പഠിച്ച് നമ്മുടെ മക്കൾക്കൊരു പരിഹാരം കൊടുക്കാനുള്ള ആ ധർമ്മസമരത്തിൽ നമ്മുടെ മക്കളും നമ്മളൊക്കെ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, സ്ത്രീകൾക്ക് ദീന് പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാവണം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമുണ്ട്. മക്കയിലെ പള്ളിയിൽ ലോകത്തിന്റെ 200 രാജ്യക്കാർ വന്ന് നിസ്കരിച്ചു പോകുന്നു. കേരളത്തിലെ കുറച്ചാളുകൾക്ക് മാത്രം ഈ പള്ളി ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. മദീന പള്ളിയിൽ ലോകരാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ നിസ്കരിച്ചു പോകുന്നു. കേരളക്കാർക്ക് അതിന് അവസരമില്ലാതെ പോയല്ലോ എന്ന് വിഷമിക്കുകയല്ലാതെ മാർഗമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ജുമ കേൾക്കാൻ, ഖുത്ബ കേൾക്കാൻ, അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സുകളിലേക്ക് വരിക. ഭർത്താക്കന്മാരോടുള്ള നമ്മുടെ പെരുമാറ്റം മാന്യമായ പെരുമാറ്റമാവുക. നമ്മുടെ മക്കളെ സ്നേഹം കൊണ്ട്, സന്തോഷം കൊണ്ട് പൊറുതിമുട്ടിക്കുക. ഭർത്താവിന് വേണ്ടുന്ന ആദരവും പരിഗണനയും കൊടുക്കുക. നല്ല വേഷവിധാനത്തിന്റെ ഉടമകളാവുക. മാന്യമായ സംസാരമാവുക. ഇസ്ലാമിന്റെ ഇസ്സത്ത് പാലിക്കാൻ ശ്രമിക്കുക. നരകത്തിന്റെ വിറകായി മാറുന്നതിൽ നിന്ന് ബേജാറോടെ യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തുക. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, ഭാര്യയോട് ചുമതലയുണ്ട്, മക്കളോട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ദീനിനോട് നമുക്ക് ബാധ്യതയുണ്ട്, പടച്ചറബിനോട് ബാധ്യതയുണ്ട്. ഒന്നും മറക്കാതെ അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് കുടുംബത്തിന്റെ നായകനായി, ഭാര്യയോട് സ്നേഹത്തിന്റെ വാക്കുകളുമായി, മക്കളോട് നല്ല രൂപത്തിലുള്ള പെരുമാറ്റം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ വക്താക്കളായി മാറാൻ നമുക്ക് കഴിയണം. ഒരു നാൾ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ് അവസാനത്തെ ഒരു യാത്ര 6 അടി മണ്ണിലേക്ക്, ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കട്ടിലിൽ ചുമന്ന് നമ്മളെ കൊണ്ടുപോയി ഇറക്കി വെച്ചാൽ നാട്ടുകാർ പോരും, ഉസ്താദുമാര് തിരിച്ചു പോരും, ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബങ്ങൾക്ക് പിന്നെ വിലയില്ല. അമ്മോശൻ, അമ്മായിമ്മ, എളാപ്പ, മൂത്താപ്പമാരും ഇല്ല. കുടുംബക്കാർ മടങ്ങിപ്പോരും, പരിചയക്കാർ, ശിഷ്യന്മാർ, മക്കൾ മടങ്ങിപ്പോരും.
അമലുഹു, അമല് മാത്രം ബാക്കിയാകും. അള്ളാഹിന്റെ ദീനനുസരിച്ചുള്ള അമല് വേണം. അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ദീനാവണം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ഏതോ കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ളത് ചെയ്യാതെ ദീന് പഠിച്ചു മനസ്സിലാക്കിയിട്ട് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള ദാസന്മാരായി മാറാൻ ശ്രമിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് വന്ന് വിലപിക്കുന്ന ഒട്ടനേകം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയെല്ലാം പറയുന്ന വാക്കാണ് യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീലാ. ഈ മോശപ്പെട്ട ചങ്ങാതിമാരെ ഞാൻ സ്വീകരിക്കാതിരുന്നുവെങ്കിൽ, റസൂലിന്റെ മാർഗം ഞാൻ സ്വീകരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ഈ പരിസരത്തുള്ള കച്ചവടക്കാരെ, നമ്മുടെ കച്ചവടം ഹലാലാക്കുക. സിഗരറ്റ് വിൽക്കുന്ന കച്ചവടക്കാരനാണോ നീ? നീ ഈ നാട്ടിൽ ക്യാൻസർ പരത്തുന്ന വ്യക്തിയാണ്, എഴുതി വെച്ചോ. നീ ലഹരിക്ക് വ്യാപനം കൊടുക്കുന്ന വ്യക്തി തന്നെയാണ്. സിഗരറ്റ് വിൽക്കുന്ന പണം നിന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന പണമല്ല, ഹലാലായി മാറൂല. കച്ചവട രംഗത്ത് നമ്മൾ കൃത്യമായ ചിട്ടയുണ്ടാവണം. വിവാഹ രംഗത്തുള്ള സകല ആഭാസങ്ങൾക്കും നമ്മൾ എതിരാവണം. സമൂഹത്തിൽ നടക്കുന്ന ജീർണതകൾക്കെതിരെ സംസാരിക്കുന്നവരായി മാറണം. മാന്യമായ പെരുമാറ്റമുള്ളവരായി മാറണം. സ്വർഗത്തിലെത്താനുള്ള മാനദണ്ഡം തഖ്വല്ലാഹ്, അല്ലാഹുവിലുള്ള നല്ല തഖ്വയാണ്. വഹ്സുനുൽ ഖുലുഖി, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാവണം. ആ രൂപത്തിൽ എല്ലാ രംഗത്തും മാതാപിതാക്കളെ പ്രത്യേകം പരിഗണിച്ച് വാർദ്ധക്യത്തിലും സ്നേഹത്തിന്റെ കൈലാളനങ്ങൾ കൊടുത്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം നെഞ്ചോട് ചേർത്ത് അയൽവാസികളോടും മറ്റു മതസ്ഥരോടും ഒക്കെയുള്ള കടമകൾ, ബാധ്യതകൾ വിസ്മരിക്കാതെ സ്നേഹത്തോടെ നന്മയിൽ സഹകരിച്ച് പുണ്യങ്ങളിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സ് മുഴുവൻ ഇത്ര നേരം സാഹൂദം സമാധാനപൂർവ്വം ശ്രദ്ധിച്ചു കേട്ടിരുന്ന എല്ലാ നല്ല മനുഷ്യർ നമ്മളെല്ലാവർക്കും അല്ലാഹു ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്ക് പഠിച്ച് മനസ്സിലാക്കി ആരൊക്കെ എതിർത്താലും അത് മുറുകെ പിടിക്കാനുള്ള ഈമാനികമായ കരുത്ത് റബ്ബ് നൽകുമാറാകട്ടെ.